നമസ്കാരം, ഇത് IBN മലയാളം. ഗില്ലി ദില്ലി മേ ഷോർ ഹെ, പ്രധാനമന്ത്രി ചോർ ഹെ എന്ന മുദ്രാവാക്യമുയർന്ന നാളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കാലം ചർച്ചയാവുകയും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി കുടുംബത്തെയും പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ബഫോസ് അഴിമതി എന്താണ്? 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത് വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ നിന്നാണ് ടെലികമ്മ്യൂണിക്കേഷനൊക്കെ ഇന്ത്യയിൽ സാധ്യമായത്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളിയായിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള തീവ്രവാദവും പാകിസ്ഥാൻ ഉയർത്തുന്ന യുദ്ധ ഭീഷണികളുമായിരുന്നു. പാകിസ്ഥാൻ എന്ന് F-16 യുദ്ധവിമാനം വാങ്ങിയത് ഇന്ത്യയെ ആകമാനം ഭീതിയിൽ ആഴ്ത്തിയിരുന്നു. ഇതിനെ നേരിടാൻ ഇന്ത്യ സജ്ജമാകണമെന്നുള്ളതായിരുന്നു സൈനിക മേധാവികളടക്കം രാജീവ് ഗാന്ധിയോട് നിർദ്ദേശിച്ചത്. അങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഉയർത്തുന്നതിന് ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ നീങ്ങുന്നു. സ്വീഡനിൽ നിന്നുള്ള ബഫോസ് കമ്പനിയിൽ നിന്ന് $1.4 ബില്യൺ വില വരുന്ന പീരങ്കി തോക്കുകൾ വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു. തുടർന്ന് തോക്കുകൾ വാങ്ങുന്നു. തോക്കുകൾ സൈനികരുടെ കൈവശം എത്തുകയും ചെയ്യുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ സ്വീഡനിലെ ഒരു റേഡിയോ ഒരു വാർത്ത പുറത്തുവിടുന്നു. ബഫോസ് കമ്പനിയിലെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചായിരുന്നു ആ വാർത്ത ഇങ്ങനെ: ബഫോസ് ആയുധ ഇടപാടിൽ ഇന്ത്യയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കും വൻതുക കോഴയായി നൽകിയെന്നതാണ്. ഏതാണ്ട് 68 കോടിയാണ് കോഴയായി നൽകിയത്. ഇത് പെട്ടെന്ന് തന്നെ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു. മാത്രമല്ല, അന്ന് ഹിന്ദുവിന്റെ ജനീവയിലെ ലേഖകയായിരുന്ന ചിത്ര സുബ്രഹ്മണ്യം ഇത് സംബന്ധിച്ച കൂടുതൽ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. ക്രമേണ ഇത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രതിഷേധമുയർത്തി. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഒട്ടോവിയ കെത്തറോക്കി, വിൻശദ്ദ, KS പട്കർ, ഹിന്ദുജ സഹോദരന്മാർ, മാർട്ടിൻ അർബാഡോ എന്നിവർ പ്രതികളായി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗൂഢാലോചന കേസിലും പ്രതി. 1437 കോടിയുടെ കരാർ കിട്ടാനായി 64 കോടി നൽകിയെന്ന് ആരോപണം. 2004 ഡൽഹി ഹൈക്കോടതി രാജീവ് ഗാന്ധിയെ കുറ്റവിമുക്തനാക്കി. 2005 ഹിന്ദുജ സഹോദരന്മാരും കുറ്റവിമുക്തർ. കേസ് അന്വേഷിക്കാൻ CBI 250 കോടി ചിലവിട്ടതിന് രൂക്ഷ വിമർശനം. 1993 ഇന്ത്യ വിട്ട കൊത്തറോക്കി 2013 മരിച്ചു. മറ്റ് ആരോപണ വിധേയരും മരിച്ചു. ബഫോസ് അഴിമതിയുടെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന VP സിംഗ് കോൺഗ്രസ് വിട്ടു. 1988 കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. ജനതാദളിനെ നയിച്ച് VP സിംഗ് പ്രധാനമന്ത്രിയായി. കാർഗിൽ യുദ്ധം ഇന്ത്യ ജയിച്ചത് ബഫോസിന്റെ കൂടെ കരുത്തിലൂടെയാണെന്ന് വിലയിരുത്തപ്പെട്ടു. 1991 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും LTTയുടെ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് ഈ അഴിമതി വാർത്ത പുറത്തു കൊണ്ടുവന്ന ഹിന്ദുവിലെ ലേഖകയായിരുന്ന ചിത്ര സുബ്രഹ്മണ്യം ബഫോസ് ഗേറ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയ ബഫോസ് കേസ് അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകം വിവാദമാകുന്നു. ഇടനിലക്കാരൻ ഒട്ടോവിയ കൊത്തറോക്കിക്ക് കോടികളുമായി രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് കോൺഗ്രസ് സർക്കാരെന്ന് മാധ്യമപ്രവർത്തക ചിത്ര സുബ്രഹ്മണ്യം എഴുതിയ പുസ്തകം പറയുന്നു. കാർഗിൽ യുദ്ധം ജയിക്കുന്നത് നിർണായകമായ സ്വീഡിഷ് കമ്പനി ബഫോസിന്റെ പീരങ്കി ഇന്ത്യ വാങ്ങിയതിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. 1437 കോടി രൂപയുടെ ഇടപാടിൽ 18% കോഴ നൽകിയെന്ന കേസ് അന്വേഷിക്കാൻ CBIക്ക് ഇപ്പോഴും താല്പര്യമില്ലെന്നാണ് മാധ്യമപ്രവർത്തകയായ ചിത്ര സുബ്രഹ്മണ്യം പറയുന്നത്. ഇടനിലക്കാരൻ ഒട്ടോവിയ കൊത്തറോക്കിയെ രക്ഷിച്ചത് കോൺഗ്രസ് സർക്കാർ. അമിതാഭ് ബച്ചനെ കേസിൽ കുടുക്കാനും അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചു. പത്രവാർത്തയായി വരുന്നതിന് മുമ്പേ തനിക്ക് വാർത്ത നൽകിയവരെക്കുറിച്ചും റിപ്പോർട്ടിനെക്കുറിച്ചും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അറിഞ്ഞുവെന്നും ചിത്രയുടെ ആരോപണമുണ്ട്. വിദേശ ഏജൻസികൾ ഇന്ത്യക്ക് നൽകിയ രഹസ്യരേഖകൾ ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. ബഫോസിലെ അന്വേഷണാത്മകതയുടെ റിപ്പോർട്ടിലൂടെ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച ചിത്ര സുബ്രഹ്മണ്യം ഇന്ന് കുടുംബത്തോടൊപ്പം സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം ചിത്ര സുബ്രഹ്മണ്യത്തിന്റെ ബുക്കിലൂടെ ബഫോസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.